നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് ഇന്ന് ശരിക്കും രാവിലെ ഇപ്പോൾ എണീറ്റ് പോയിക്കും 7 മണി ആവുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ എണീറ്റപ്പോഴുള്ള അവസ്ഥ കാണിച്ചതാണ്. ഭയങ്കര ഷോക്കാണ്. പോയി നല്ല മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. വീട് ഫുള്ളും ഈയലാണ്. എൻ്റെ മുന്നോ നമ്മൾ നോക്കിയാൽ ഗൈസ് ഇതെല്ലാം ഈയലാണ്. നമ്മൾ പുറത്ത് ലൈറ്റ് ഇടാറുണ്ട് രാത്രി കിടക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ആയാലും പുറത്തധികം ഇല്ല. ഏറ്റവും കൂടുതൽ ഇവിടെ വീടിനകത്താണ് അല്ലേ ശ്രുതി? ഇനി ഇപ്പോഴും പറക്കുന്നുണ്ട് ഈയൊക്കെ. ഇപ്പോഴും പറമ്പിലൊക്കെ ഈയിൽ പറന്നുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. എന്ത് കഷ്ടമാണില്ല. ഫുൾ പണ്ടാണ് ഇങ്ങനെയായിട്ട് എല്ലാം കൂടിയായിട്ട് വീട്ടിനകത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ റൂമിനകത്തൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ റൂമിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ആ വാദം കൂടി തുറക്കണം വെയിറ്റ്. അവിടെ ഇഷ്ടം പോലെ എന്താണ് അതിനകത്ത് നിറച്ചുകൊണ്ടാ സ്തുതിക്കാതെ രാവിലെ തുമ്പലാണ്. അടച്ചിട്ട് തുമ്പലാണ്. ശരി, ആ റൂമിനകത്ത് ഫുള്ളുണ്ടാ? പണി പോകാനില്ല. ഓക്കെ ഗൈസ്, ഒക്കെ വൃത്തിയാക്കാൻ വലിയ പണി തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ചത്തിട്ടുള്ള ജീവനുണ്ട് ഇപ്പോഴും, പറക്കുന്നുണ്ട് കുറേയൊക്കെ. കുറേ ഉണ്ട് കഴിഞ്ഞ് പറക്കുന്നുണ്ട്, കുറേ സെക്കൻഡ് ആവുന്നുണ്ട്. മൊത്തം വലിയ പണിയായിപ്പോ രാവിലെ തന്നെ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതറിഞ്ഞ രാത്രി ലൈറ്റ് ഓഫ് ആക്കിയാണല്ലേ? ഇത്രയും വലുതായിരുന്നു ലൈറ്റ് ഓഫ് ആക്കിയിരുന്നെങ്കിൽ. എന്താ ഒന്നും നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടോ ഗൈസ്? ഇപ്പോഴും പറമ്പിലൊക്കെ അവിടെയൊക്കെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ കാണുന്നതൊക്കെ അറിയുമ്പോൾ ഇവിടെ വീട്ടിൽ കാണാം, പക്ഷെ നേരിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ ചെരുപ്പ് വലിച്ചെടുത്തപ്പോഴേക്കും ഇവിടെയൊക്കെ കുറേയൊക്കെ ഇതായി പോയി, മറിഞ്ഞു പോയി. ഒരു മഴ പെയ്തപ്പോഴേക്ക് ഇത്രയും വരാനാണ് ഈ പണിയാണല്ലോ. നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചത് ഈ തന്നെയല്ല, പ്രതീക്ഷിച്ചത് കരിച്ചിനെയാണ് അല്ലേ ശ്രുതി? കരിച്ചാണ് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം ആ സാധനം എപ്പോഴും വരാറ് ഈ ഇത്ര വന്ന് നമ്മൾ കണ്ടിട്ട് വന്നു കണ്ടിട്ടില്ല. പക്ഷെ വന്നപ്പോൾ വല്ലാത്ത അടിയായി. പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷയില്ല ഈ എന്നെ ഒട്ടും. അതോട്ടെ അതിലേറ്റെ കൊണ്ടുകൂടെ ഒരു തുമ്മലാണെങ്കിൽ അതിലൊരു ശല്യമാണല്ലോ. ഇതിപ്പോ ചൈനയിലാണ് ഇതൊക്കെ ഫ്രൈ ആവേണ്ട സമയം കഴിഞ്ഞു. അത് പറഞ്ഞിട്ട് ചൈനയിലാണെങ്കിൽ ഇതൊക്കെ ഫ്രൈ ആവേണ്ട സമയം കഴിഞ്ഞ് ഫ്രൈ ആയിക്കോ? തിരുവനന്തപുരത്ത് ഈ അമ്പൂരി അങ്ങോട്ട് പോകുന്നതും ഒരുപാട് വയനാട് ഉള്ളവരൊക്കെ കഴിക്കും അല്ലേ? ആദിവാസികളൊക്കെ കഴിക്കും. നമുക്ക് കഴിച്ചില്ലാത്തത് വലിയ ഉറപ്പടും കഴിച്ചായിരുന്നു. നമുക്ക് കഴിച്ചില്ലാത്തതുകൊണ്ട് നമ്മൾ കഴിച്ചില്ലാത്തതുകൊണ്ട്. കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എല്ലാത്തിനും പെറുക്കി കഴിച്ചായിരുന്നല്ലേ ശ്രുതി? എല്ലാത്തിനും പിടിച്ച് അടിച്ച് സെറ്റാക്കി എടുത്തേനെ നമ്മളിന്ന്. എന്ത് ചെയ്യാനാ? രാവിലത്തെ എത്ര വലിയ പണിയിട്ട് ശ്രുതി ഒട്ടും പ്രതീക്ഷയില്ല. ആദ്യം കുറെയൊക്കെ പെറുക്കി ദൂരെ കൊണ്ട് കളയുന്നു വെച്ചു. കോരിയിൽ പെറുക്കി കൊണ്ട് കളയി. കുറച്ച് കോരി പറമ്പിൽ കൊണ്ട് കളാ. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളി. എന്തായാലും ശ്രുതി ഫുള്ളും വൃത്തിയാക്കട്ടെ. നല്ല മൊത്തം പണിയാണ്. പക്ഷെ എൻ്റെ അവനെ തീരുന്നില്ല പണികൾ. രാവിലെ ഫുള്ള് ചെയ്യലാണ്. നീ പെട്ടെന്ന് അടിച്ചെടുക്കളാ. എല്ലാം കൊന്നുവാ മണ്ണ് വെച്ച്. മണ്ണൊക്കെ എടുത്ത് പോയിക്കാനായിട്ട് ഞാൻ എന്നാൽ രാത്രി പ്രഭാതകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ പറമ്പ് താഴത്തേക്ക് പോകാം, അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാം. അവിടെയും പോയിട്ടാ എന്നിട്ടാണ് എനിക്ക് നടക്കാനായിട്ട്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ മറ്റേ വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. നമ്മളിവിടെ വെച്ചിരിക്കും ഫോണൊക്കെ. ശ്രുതി എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ. അല്ല ശരിയാവില്ല, അവിടെ കുറേ പണികളുണ്ട്. ഫോട്ടോ വൃത്തിയാക്കാൻ ചെയ്യാനുണ്ട്. ഞാൻ പോകട്ടെ. ദേ വരുവാ. എന്നെ വിളിച്ചോണ്ടിരിക്കും. നോക്കാന്ന് ഹെൽപ്പിനോട് വിളിക്കാതിരിക്കും. കുറേ കഴിച്ചുണ്ട്, ചെയ്യലുണ്ടല്ലോ. വൃത്തിയാക്കാൻ ഇച്ചിരി പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ പോയിട്ട് ഹെൽപ്പ് ചെയ്യട്ടെ. ഇത് ശരിയാക്കില്ല. പല്ലൊക്കെ തേച്ചിട്ടില്ല, വേഗം സമയമുണ്ട്. എല്ലാം പെട്ടെന്ന് ചെയ്യണം.
കഴിഞ്ഞാ കൂട്ടിയിട്ടുള്ള മണ്ണ് വെച്ചപ്പോൾ എല്ലാത്തിനും അതുകൂടി ആയിക്കോട്ടെ. അപ്പം ഞാൻ അടിച്ചൊരു കുടിക്കാൻ പോയി കിച്ചു വന്നു. സോറി കിച്ചന് ഫുഡ് വെച്ച് കൊടുക്കണം. ഇത് ചെയ്യത്തുള്ളൂ. ഇന്നലെ വെച്ച് കൊടുത്ത ഫുഡ് സഹിക്കൂല. അതാണ് അവൻ്റെ വേറെ കാര്യം. അവിടെ ഇട്, അവിടെ ഇട്, കുഴപ്പമില്ല. നമുക്ക് തീയതിക്കാം. എടുത്ത് അങ്ങോട്ട് പറമ്പിലേക്ക് എറിഞ്ഞു കേസ്. അവിടെ എറിഞ്ഞ് ശ്രുതി എല്ലാം കൂടി. അതിന് തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് പറന്നു വരും. ആയിക്കോട്ടെ. ആ പോട്ടെ, വാ. പക്ഷെ ചിറകുള്ള കുറച്ചൊക്കെ ഉണ്ടായത് ആണ് വേറെ കാര്യം. ആ വാ വാ, അവൻ ഫുഡ് കഴിക്കണം. കിച്ചോ നമുക്ക് ബാക്കിയുള്ളൂ വാങ്ങാം. ആ കുറച്ച് ചെലന്തിയൊക്കെ കൊണ്ടുപോയി. അവളെ വീട്ടിൽ പറഞ്ഞപ്പോ ചെലന്തിയിലേക്ക് വീണ് കുറച്ച്. തിന്നുമ്പോ ഉപദ്രവിക്കല്ലേ തിന്നു. ആ നല്ല മണി പിടിക്കാൻ വേണ്ടി പോണു. കഴപ്പണി തേങ്ങയുടെ സ്വഭാവം ശരിയല്ല കേസ്. ഇങ്ങനെയൊക്കെ വൃത്തിയോടെ കാണിക്കും. പട്ടിനെ പോലും വെറുതെ വിടില്ല. തേങ്ങ ആൾക്കാർ പറയുന്നുണ്ട് അതിനെ. അവന്റെ കിടുങ്ങാമണിയിൽ പിടിച്ച് വലിച്ച് അപ്പോഴാണ് അവൻ മുറിയത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉപദ്രവിക്കല് ഇഷ്ടപ്പെടുന്നതാണ്. പിന്നെ അതിന് വലിയ പരിചയമില്ലല്ലോ കൊച്ചിനെ. അവന്റെ പേരെന്താ? വിഹാന അങ്ങനെ തോന്നുന്നു. വിഹാൻ ആർക്കറിയാം. അവൻ്റെ പേരിട്ട് മുസ്ലിം പോലെ എനിക്ക് ഫീൽ ആയി. അത് ഞാൻ ആലോചിച്ചത്. പക്ഷെ പുള്ളി ഹിന്ദുവാണ്. പുള്ളിയുടെ പേര് ഹിന്ദു മനോജ് എന്നാണ്. പുള്ളിയുടെ ചേച്ചിയുടെ ഭർത്താവാണ്, ചേച്ചിയുടെ മോനാണ്. പെങ്ങളുടെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ പെങ്ങള് കല്യാണം കഴിച്ച പോലെ മുസ്ലിമിനായിരിക്കും. സ്റ്റെപ്പ് താഴത്തുണ്ട്, തട്ടിക്കളാം. നീ തട്ടിയാൽ ചിറക് പോയിക്കോളും. അത് പറക്കാൻ ശ്രമിച്ചാൽ ചിറക് പോവും. അത് വേറെ കാര്യം. ഈ കാലം മഴ കലത്തിലടി നോക്കും. കലത്തിലടിയിലൊക്കെ ഉണ്ട്. കിച്ചുവിന് അത് കഴിച്ച് തീർക്കണം ആഗ്രഹം. അവന് വിശപ്പുണ്ട്. അവൻ അത് കഴിച്ചിട്ട് പോവുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് ഈച്ചയും ഈ പറഞ്ഞ ഈയലും അവൻ്റെ മേത്തൊക്കെ കയറുമ്പോൾ അവന് ഭയങ്കര ഒരു വിമിഷ്ടം അല്ലേ? ഈച്ചയല്ല, ഉറുമ്പ് മറ്റേ പുളി ഉറുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. ഈയെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പുളി ഉറുമ്പ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അത് വലിയ പണി കഴിപ്പുണ്ട്. ഇത് ആ കഥവിൻ്റെ സൈഡിൽ അല്ല, ഈയല് കുറച്ച് എളുപ്പമുണ്ട്. നീ ഉപ്പിനെ എടുക്കണ്ട, ഈയലിന് മാത്രം എടുത്താൽ മതി. അവൻ്റെ വീട്ടിലേക്ക് മണ്ണാക്കാതെ അടിച്ചു വരും കേട്ടോ. ഫുള്ളും ഈയൽ ഇങ്ങനെ വന്ന അത്ര മണിയാകുമ്പോൾ നമ്മൾ ഇത് അറിഞ്ഞാൽ ഉറപ്പ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടേ അല്ലേ? ഈയൽ ആ മൂത്രയ്ക്കാൻ വേണ്ടി പോയിക്കാൻ തോന്നുന്നു. മുള്ളാൻ വേണ്ടി പോയാ മുള്ളിലേക്ക് കൊണ്ടിരിക്കുന്നത്. അവന്മാരും പോ. നമ്മൾ ആ മൂലയ്ക്കുണ്ടെങ്കിൽ പഴയൊക്കെ എടുത്ത് മാറ്റി അടിച്ചൊരു വൃത്തിയാക്കി എന്നിട്ട് നമുക്ക് പഴയ തിരിച്ചു വെക്കാനായിട്ട്. നമ്മളെ പഴയ മീറ്റർ ബോക്സിൻ്റെ ബോർഡ് ഇത് ശ്രുതി, പഴയ ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. പഴയ മീറ്റർ ബോക്സ്. ഇപ്പം പുതിയ മീറ്റർ ബോക്സൊക്കെ ബോക്സിനകത്ത് വെക്കുള്ളൂ, പുറത്ത് വെക്കൂല എന്നിട്ട് അവർ ഇത് മാറ്റാൻ വേണ്ടി പറഞ്ഞില്ലേന്ന് വെച്ചു. പുതിയ മീറ്റർ ബോക്സൊക്കെ ബോക്സിനകത്ത് വെക്കുള്ളൂ, പുറത്ത് വെക്കൂല എന്നിട്ടില്ലേ. നമ്മൾ വീണ്ടും ബോക്സൊക്കെ പിടിപ്പിച്ചായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫോൺ നോക്കേണ്ടി പോകണം. ഞാൻ അപ്ലോഡ് അങ്ങോട്ട് വെച്ചിട്ട് മറന്നുപോയി. ഇപ്പോൾ ഓർത്തത് പോയി നോക്കട്ടെ. ഇതിൽ അപ്ലോഡായി തീരൂല. സ്ക്രീൻ ഓണായില്ലെങ്കിൽ അപ്ലോഡായി തീരൂല. അങ്ങനെ പ്രശ്നമുണ്ട്. സ്ക്രീൻ ഓണായിട്ടിരിക്കണം. ആണ് ഏറ്റവും വലിയ ടാസ്ക്. ഞാൻ പെട്ടെന്ന് ഓപ്പൺ ആക്കിയിട്ട് അപ്ലോഡാക്കിട്ട് വരട്ടെ. എനിക്ക് മാത്രമേ ഞാൻ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അപ്ലോഡ് കണ്ടിട്ട് നടക്കാത്തത്. നെറ്റ് ഷോമായതിൻ്റെ പേരിലാണ്. ഈ മലയോര പ്രദേശത്ത് നെറ്റില്ലാത്തതുകൊണ്ടോ. നല്ല വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് തോന്നുന്നേ. അത് വേറെ കാര്യം. ഇനിയിപ്പോൾ ഇന്നലത്തെ വ്ളോഗ് അപ്ലോഡ് ചെയ്ത് തന്നിട്ടില്ല. അത് ഇറങ്ങി നിൽക്കുക. അതിനിപ്പോൾ ആദ്യം മുതൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോൾ വീണ്ടും ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനായിട്ട്. സമയം
49. അപ്പോൾ 59 ആകുമ്പോഴേക്ക് നമ്മൾ നോക്കണം. എന്നാലേ അത് ഇതാകത്തിരുള്ളൂ. 32% കേസ് ഇനിയും ആവണം. 62%. 30 GB ഉണ്ട് ഒരു വീഡിയോയ്ക്ക്. വേറെ കാര്യം, നമ്മുടെ വീഡിയോ എന്തായാലും ലോങ് വീഡിയോ അരമണിക്കൂറൊക്കെ ആവുമല്ല, അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആവും. ആവശ്യം സ്ലോ ആവാൻ കാണണം, അല്ലെങ്കിൽ ഫാസ്റ്റ് എടുത്ത് വരുന്നതിന്. നാളെ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ട്രിപ്പുണ്ട്. നാളെ മീൻസ് 30-ാം തീയതി അല്ലേ? ഇന്ന് എത്രാം തീയതി? ഇന്ന് 29-ാം തീയതി. നാളെ 30-ാം തീയതി. നാളെ നമുക്ക് ട്രിപ്പ് പോകാനുണ്ട് വ്യാഴാഴ്ച. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ കന്യാകുമാരി ട്രിപ്പാണ്. അതൊക്കെ വേറെ ട്രിപ്പായിട്ട് വ്ളോഗിൽ ഉൾപ്പെടുത്താം. പക്ഷേ ഏപ്രിൽ 30-ാം തീയതി നമ്മൾ പോവുകയാണ് കന്യാകുമാരി ട്രിപ്പ്. വീണ്ടും കന്യാകുമാരി ഒരു പ്രാവശ്യം പോയിട്ടില്ല, 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പോവാണ്. കുഴപ്പമില്ല, എന്നാലും എന്നൊക്കെ വിചാരിക്കുന്നത് നമുക്ക് പോവാം. ശ്രുതി എല്ലാം കത്തിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം വലിച്ചൊരു പറമ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പറന്ന് വീണ്ടും വരും നാളെ ആകുമ്പോഴേക്കും. അപ്പോൾ കേസ് ഈ ഉണങ്ങാത്ത തുണിയൊക്കെ കഴിഞ്ഞാൽ പുറത്തിറട്ടെ, കാരണം വെയിലടിക്കുന്നുണ്ട് ചെറുതായിട്ട്. അല്ല മഴ ഉണങ്ങും. അപ്പോൾ കേസ് ശ്രുതി കയ്യാളെ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് പല്ല് വെച്ചിട്ട് പാത്രം കൈ വിട്ടിട്ട് വരാം. ഇന്നലെ ഞാൻ അവിടെ പറഞ്ഞ കപ്പെടുത്തിട്ട് പോകാം. നമുക്ക് എടുത്തിട്ട് പോയില്ല. ഇപ്പോൾ വിളിച്ചിട്ട് കപ്പെടുത്ത് വാങ്ങും. അപ്പം ഞാൻ പോട്ടെ കേസ്. ഫോൺ ചെയ്തിരിക്കുകയാണ്, സോറി കേസ്, അത് ശ്രദ്ധിച്ചില്ല. ഞാൻ നാളെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിക്കാം. വെള്ളം എടുത്ത് ഉപയോഗിക്കാൻ നോക്കുമായിരിക്കും. ഞാൻ പോട്ടെ. കിണറ്റില്ല? അയ്യോ, ഈ അവിടെ നമ്മൾ ഇവിടുത്തെ ലൈറ്റ് ഈ ബൾബ് ഇടുമല്ലേ ഇതായിട്ട് രാത്രിയിൽ ഓഫായിരുന്നാ? എന്നിട്ട് ഈയൽ വന്നാ 3 മണിക്ക് ഇപ്പോൾ ഈയലില്ല. ആ കണ്ണിലെന്തോ കയറി. പാത്രം ചെയ്യാനുണ്ട്, പല്ലേശ പ്രശ്നമുണ്ട്. അപ്പോൾ മോരറി ഇന്നലെ പക്ഷേ ചൂടായി കൊണ്ടിരിക്കുക. പാത്രം കൈ വന്നു അമ്മിഞ്ഞാന്ന് വെച്ചാൽ മോരറി ചൂടായി കൊണ്ടിരിക്കുക. പാത്രമൊക്കെ നമ്മൾ കൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോൺ നോക്കിട്ടെ, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. സമയമായി. ശ്രുതി വീണ്ടും പയറ് കഴുകാനും ഉണ്ടാകുന്ന ചെറിയ മോരറി ചൂടാക്കിയ പാത്രം കഴുകാൻ പോയിട്ട് കൈക്കൊണ്ടിട്ടാണ് കറി ഉണ്ടാക്കാൻ അല്ലേ? പാത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിന് കൈക്കൊണ്ടുവന്ന് ഉപയോഗിക്കണം, അതാണ് അവസ്ഥ. കുഴപ്പമില്ല. ശ്രുതി മംഗളത്തെ കളിച്ച് വെള്ളത്തിൽ വന്നിട്ടുണ്ടോ നോക്കാണ്. ഇന്നലെ തിളപ്പിച്ച് നമ്മൾ താക്കിച്ചോളാണ്. ഉപ്പിട്ടോളം കുടിക്കുന്നതല്ല, ചൂടത്ത് ഉപ്പിട്ടോളം കുടിക്കേണ്ടത്. നമ്മുടെ ശരീരത്തെ സോഡിയമാണ് വേർത്ത് ഉപ്പടക്കം പുറത്ത് പോകണത്. അപ്പോൾ നമ്മൾ ശരീരത്തിൽ ഉപ്പുണ്ടാവില്ല. അപ്പോൾ ഉപ്പിട്ടോളം കുടിക്കണം ശരിക്കും ചൂടത്ത്. അങ്ങനെ ശ്രുതി ചോറിന് വേണ്ടി വെള്ളം വെച്ചിരിക്കുകയാണ്. പിന്നെ അടുപ്പ് പിന്നെ ഉപയോഗിച്ച തുടങ്ങി ഒന്ന് കല്ലേക്ക് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഊതി സെറ്റാക്കി എടുക്കാം അല്ലേ? സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും ഉണ്ടാവുമല്ലോ, അതാണ് ശ്രുതിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ പുട്ടുണ്ടാക്കണ്ടേ? നമ്മൾ കഴിഞ്ഞ ശ്രുതി പണിക്കുള്ള സ്ഥലത്തു നിന്ന് ഈ സാധനം കൊണ്ടുവന്നായിരുന്നു. ഇത് ബ്രഷ് വെക്കുന്ന പേസ്റ്റ് വെക്കുന്നത് അതാണ്, ട്രേ ആണ്, അവിടെ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ എന്തായാലും ബ്രഷ് വെക്കാൻ പറ്റില്ലല്ലോ, ബാത്റൂമൊന്നും ഇല്ലല്ലോ. അപ്പോൾ മൊബൈൽ വെക്കാമല്ലോ. ഇപ്പോൾ ഇവിടെ ചാർജ് ചെയ്ത് മൊബൈൽ വെക്കാം. അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്യാണ്. ശ്രുതി അതിനുള്ള സംഭവം സെറ്റാക്കാൻ വേണ്ടി ആന നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ ആന അടിച്ച് സെറ്റാക്കണം. അത് വേറെ കാര്യം. ചൂട് താത്തണം. ഒരുപാട് അടിച്ചു തരണം. ഒന്ന് നോക്കിയിട്ട് നമുക്ക് അടിച്ചാൽ വെച്ച് നോക്കാം. അതൊക്കെ പാകമാണെന്ന്.
ചേട്ടൻ്റെ ആവ് തെറ്റായിരുന്നു. ശ്രുതി ബാക്കിയുള്ള കുക്കിംഗ് പരിപാടി ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. രാവിലെ പുട്ടുണ്ടാക്കണം. പുട്ടിന് കറി ഈ ഇടിമീസാണ് അല്ലേ? ഇടിമീസാണ് എന്താണ്? വൻപയറാണ്. വൻപയറാണ് കറി. പിന്നെ അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഫോൺ നോക്കുന്ന സമയം ശ്രുതി ചോറിനോട് അരി കൈ കൊണ്ടിരിക്കുകയാണ്. സംഭവം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ പോയി നോക്കാൻ വേണ്ടി പോകേണ്ട അവസ്ഥയാണ് കേസ്. കാരണം അത് അപ്ലോഡ് ആവാണ്ട് ഫോണിൻ്റെ സ്ക്രീൻ ടൈം ഓഫ് 10 മിനിറ്റാണ് മാക്സിമം. 10 മിനിറ്റ് കൂടുതൽ സ്ക്രീൻ ഓഫായി പോകും. അപ്പോൾ അതിന് മുന്നായിട്ട് പോയിട്ട് ജസ്റ്റ് സ്ക്രീൻ തൊട്ടിട്ടില്ലെങ്കിൽ അത് അപ്ലോഡ് ആവില്ല, എററായി പോകും. എന്തൊക്കെ അവസ്ഥ ഇത്രയും കഷ്ടപ്പെട്ട കേസ് നമ്മൾ ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്യണത് ഇല്ലേ ശ്രുതി? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും കൂടി നല്ല വ്യൂസൊക്കെ തന്ന് ഒരു വീഡിയോക്ക് 1 ലക്ഷം വ്യൂസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് വരുമാന മാർഗം കൂടിയായിരുന്നു അല്ലേ ശ്രുതി? എന്ത് ചെയ്യാനാ? ഞാൻ നോക്കട്ടെ, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാൻ പറ്റുമോ നോക്കട്ടെ. താമസിയാതെ അതും കൂടി സെറ്റാക്കും. എന്തിനൊക്കെ ചെയ്യണമെന്ന് എഡിറ്റിംഗ് ചെറിയ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടേ ജോയിന്റ് ചെയ്ത് ഓൾറെഡി ജോയിന്റ് ചെയ്യാൻ എനിക്കറിയാം. VL സംഭവിച്ച് എനിക്കറിയാം. അങ്ങനെ ചേട്ടൻ എനിക്ക് തേങ്ങ ചുരണ്ടി തരികയാണ്. ഇങ്ങനെയുള്ള പണികളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ചേട്ടനാണ്. എൻ്റെ ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് പയറിൻ്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ചേട്ടൻ എനിക്ക് തേങ്ങ ചുരണ്ടി തട്ടെ. അല്ല ചേട്ടാ, എന്തോന്ന് വീണത്? സ്ക്രൂ. സവാള ചൊണ്ടിരിക്കുക. പിന്നെ കൈക്ക് വെച്ചിട്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ കുഴപ്പമില്ല, ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രദ്ധ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നടക്കുന്നുണ്ട് കടലൊക്കെ. ഇപ്പുറത്തെ അടുപ്പിൽ കുക്കറിൽ കടല ആയിക്കൊണ്ടിരിക്കുക. കടലയില്ല, വൻപയർ. പിന്നെ അടുപ്പിൽ ചോറാവുന്നുണ്ട്. ചോറ് ഇതുവരെ വെന്തിട്ടില്ല അല്ലേ? എത്ര നേരെ ചോറ് നിൽക്കുന്നത്? വിറക് ഫുള്ളും തീർന്നു പോകും ഇങ്ങനെ പോയാൽ. ഭയങ്കര വേവ് കൂടി ആയി പോയി അല്ലേ? പണികളാണല്ലോ ഫുള്ളും കിട്ടുന്ന സ്ഥിതി. പിന്നെ കടലയാണെങ്കിൽ ഇതിപ്പോൾ എത്ര മണിക്ക് വെച്ചോ കടല ഗ്യാസ് ഇങ്ങനെ പോയാൽ മിക്കവാറും ആ കടല തന്നാൽ ആ ചേച്ചി പിടിച്ചിട്ട് കൊടുക്കണം. ഒന്നിനും വളർത്ത വേസ്റ്റ് സാധനം തന്നിട്ട് മനുഷ്യൻ ബുദ്ധിമുട്ട് ചെയ്യാനായിട്ട് അല്ലേ? ആ ആയിട്ടുള്ള പണിയായി പോയിട്ട് ഓരോരോ പണികൾ വരുന്ന വഴികളെ ദേഷ്യം എന്നെ ശ്രുതി ഫസ്റ്റ് പപ്പടം പെറുക്കാൻ വേണ്ടി പോവുകയാണ്. പപ്പടം പെറുത്തിട്ട് വേണം കറി ഉണ്ടാക്കുക. കറിക്ക് താളിക്കാൻ അല്ലേ? കറി താളിക്കണം. പിന്നെ ഇത് ചെയ്യണം, തോരൻ വെക്കണം. ആ ബീൻസ് ഇനി അരിയാണ്ടല്ലോ ഇത്. അയ്യോ, പയർ മാത്രം എടുക്കും. ഓക്കെ. ശ്രുതി തോരനുള്ള ജീരകവും തേങ്ങ സെറ്റായിക്കൊണ്ടിരിക്കുക. തേങ്ങ ഒതുക്കാനുള്ള പ്ലാനല്ലേ? അതാ മിക്സ് ചെയ്ത് ജീരകം ഇട്ടത്. ഇനി കുറച്ച് തേങ്ങ ഇട്ട് ഒതുക്കി തോരൻ വെക്കുന്നതായിരിക്കും. അപ്പോൾ ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ഇല്ലാത്ത വല്ല അടിയായി പോയി നിഷു. നമ്മുടെ കറിവേപ്പിലുണ്ടോ? 2 കറിവേപ്പിലുണ്ട്. വെറുതെ പുഴുന്ന് തിന്നാൻ കൊടുത്തിട്ട് എന്തിനാണ്? ഇവിടെ കൊണ്ട് ഉപയോഗിച്ച കറിക്ക് ഉപയോഗിക്കാം. നോക്കട്ടെ നല്ലുണ്ടോ. പുട്ടായി കഴിഞ്ഞു. ഇനി പപ്പടവും പുറത്ത് വെച്ചിട്ടുണ്ട്. കറിയും കൂടി നോക്കാം. അതുകൊണ്ട് നോക്കണം കഴിക്കാനായിട്ട്. ശ്രുതി ആ ചതിയായിരിക്കുള്ളൂ. പഴയ സാധനമല്ലേ? വലിയ ആളെന്ന് വിചാരം പുള്ളിക്കാരൊക്കെ അല്ലേ നിഷു? തരുമ്പോൾ നല്ലത് നോക്കി തരൂല. കേടായ സാധനങ്ങൾ തന്നുവിട്ടൊരു മനുഷ്യന് ബുദ്ധിമുട്ടായി. കേടാന്ന് വെച്ചാൽ ഒരുപാട് കാലം കഴിഞ്ഞ സാധനം വെച്ചാൽ ഒരുപാട് പഴകി കഴിഞ്ഞാൽ പിന്നെ അത് വേവൂലെന്ന് തോന്നും. എത്ര കഷ്ടപ്പെടണം. എനിക്കെന്നെ ഭ്രാന്തായി മാറി ദേഷ്യം. പിന്നെ കൊള്ളൂലെങ്കിൽ കൊടുക്കാൻ കളഞ്ഞേക്കണം. വെറുതെ കളയേണ്ട സാധനങ്ങൾ നമുക്ക് തന്നിട്ടില്ലേ? ഒരാൾക്ക് അതാണ് വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പഴയ സാധനം ആൾക്ക് കൊടുക്കുന്ന പോലെ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല. അതല്ല ശരിക്കും ഹെൽപ്പിംഗ് ചെയ്യുന്നത് ഉപയോഗിക്കാൻ വേണ്ട സാധനം കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യണത്. അല്ലാതെ ഉപയോഗിക്കാൻ കൊടുക്കുന്ന സാധനം കൊടുക്കുന്നത് ഹെൽപ്പിംഗ് അല്ല. അത് ശരിക്കും ഒരു ദ്രോഹം കൂടിയാണ്. അതാണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റ്. പിന്നല്ലാതെ വെറുതെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ പണ്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ ഗതികേട് ഇല്ല ശ്രുതി. ഓരോരുത്തരും വാങ്ങിക്കാം. പ്രശ്നം
ഉപകാരമൊന്നും പറഞ്ഞ് സ്മരണയോടെ വാങ്ങി ഉപദ്രവം ആയി വന്നു. അതാണ് പരിപാടി ഇപ്പോഴും. ചെമ്മീൻ ചമ്മന്തി അരിക്കാനുള്ള പ്ലാനിൽ കഴിഞ്ഞ ദിവസം ഏത് ചേച്ചാ? ഇത് കിഷോറേട്ടന്റെ പെങ്ങളാണ്. കിഷോർ പുള്ളിക്ക് പേരെന്തായിരുന്നു? ആ സിന്ധു ചേച്ചി ആണെന്ന് തോന്നുന്നതാണ്. ചെമ്മീൻ പൊടിച്ചെമ്മീൻ കലുവാട് അല്ലേ? ഇവരുടെ കൊഞ്ച് പൊടി എന്ന് പറയും, നമ്മൾ ചെമ്മീൻ പൊടി പറയും. നമ്മൾ ചെമ്മീൻ പൊടി ഞാൻ പറയുള്ളൂ. ഞങ്ങളത് ചെറുപ്പം അങ്ങനെ കേട്ടിട്ട് ശരിയായിട്ടാണ്. ചെമ്മീൻ പൊടി നമ്മളത് ശ്രുതി വറുക്കണം ഫസ്റ്റ്. അതൊന്ന് വറുത്ത് പോയിട്ട് വേണം, പിന്നെ കഴുകി വറുക്കിത്തിട്ട് വേണം ചമ്മന്തി കാര്യം ചെയ്യാനായിട്ട്. ഇത് ശരിക്കും അരച്ചിട്ടാക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് തേങ്ങ അരച്ചിട്ട് ഇത് ജസ്റ്റ് ഒതുക്കി എടുക്കുകയാണ് ചെയ്യാറ്. അതിൻ്റെ കൂട്ടത്തിൽ അരച്ചാൽ ഇതും കൂടി പിഴിഞ്ഞ് പോയാൽ വൃത്തിയുണ്ടായി മാറും അല്ലേ? അങ്ങനെ എടുക്കാറില്ല, കടിക്കാൻ കിട്ടൂല. ശരിക്കും ചെമ്മീൻ കടിക്കാൻ കിട്ടണം, അതാണ് ശരിക്കും എൻ്റെ രീതി. ശ്രുതി ഇപ്പോൾ അതുപോലെ വെക്കാൻ വേണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ. ശ്രുതിക്കറിയാം സംഭവം എന്താണ് എന്താണ് ആ ശ്രുതിക്കറിയാം. വെക്കുന്നില്ല, എത്ര നാൾ വെച്ചിട്ടില്ല, ഇവിടെ കൊണ്ടുവച്ച് എത്ര ദിവസമായി? ആ തോന്നണം. ആദ്യം പറഞ്ഞ് എനിക്ക് വെക്കാൻ അറിയാൻ പാടില്ല, ഇപ്പോൾ പറഞ്ഞ് തോന്നണമെന്ന്. അവരെന്താ പറയേണ്ടത്? ഞാൻ കരിയാണ് വെള്ളം ബക്കറ്റിൽ നിറക്ക്. ബക്കറ്റിൽ വെള്ളം ഉണ്ടല്ലോ, ബക്കറ്റിൽ വെള്ളം കൊണ്ടിട്ടില്ലേ? ഇതിലാണ് എല്ലാ പണികൾക്കും ഹെൽപ്പ് ചെയ്യണം. എല്ലാത്തിനും ശ്രുതിക്കൊരു കൈ വേണം. എന്നിട്ട് പറയും ഞാൻ ഒറ്റക്കെല്ലാം ചെയ്യാറ്. ഞാനാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും. ജീവിച്ചെല്ലാം പഠിക്കും. എല്ലാം പിന്നെ എന്നെ പഠിക്കുന്നത് നിനക്ക് മടിയായിട്ട് എല്ലാം ഇതാക്കണം. എന്നിട്ട് നൈസ് എല്ലാം ഇതാക്കണം. അപ്പോഴും എന്നെ കുറ്റം പറഞ്ഞു. ചെമ്മീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മണം അടിക്കുന്നുണ്ട് സാറേ. ആ മണത്തിൽ തന്നെ ചോറടിക്കും. ആ മണത്തിൽ ഒരു പറ ചോറടിക്കും. ശരിയാണ്, നല്ല മണം. എന്തിനാണ് ഇപ്പൊ മാങ്ങയുടെ കാര്യം? നമ്മളെ മാങ്ങ അടങ്ങാണ്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യമായിട്ട് കുറച്ച് ദിവസമായി കിട്ടിയ ശേഷം അത്ര ആയില്ലേ? പണികൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം 11:22 വിശപ്പ് തുടങ്ങി. ആ വിശപ്പുണ്ട്. ആ രസൂപ്പി ആയി ഭക്ഷണം കഴിക്കണം കേട്ടോ. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി എടുക്കുള്ളൂ. അതവരുടെ കാര്യം. അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വളരെ സ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 83% പിന്നെ കയറുന്നില്ല. ഭയങ്കര നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെമ്പാവ് പുട്ടും പിന്നെ പയറും വൻപയറും പപ്പടവും അല്ലേ ശ്രുതി? അതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡൊന്നും കഴിക്കാം. ഞാനത് കഴിക്കട്ടെ കേസ്. ശ്രുതി അത് കഴിച്ചു തുടങ്ങി. കിടക്കാൻ വേണ്ടി പോകണം കേസ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ റെസ്റ്റാണെങ്കിൽ കുറച്ച് നേരം ഞാനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് നേരം കിടന്നിട്ട് വേണം താഴത്തിറങ്ങി പോകാനായിട്ട് അല്ലേ ശ്രുതി? താഴെ ഇറങ്ങി പോകണം. തേപ്പിട്ട് കൊണ്ട് കൊടുക്കണം. നമ്മുടെ തേപ്പിട്ടാണ്. ആ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി പോകണമല്ലോ താഴത്തേക്ക്. എന്തായാലും ഇറങ്ങി പോകും 10 മിനിറ്റ്. രണ്ട് വിശേഷങ്ങൾ പറയാം. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ അവർ വേണത് അളന്നപ്പോൾ അവരുടെ സ്ഥലമായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞ്. അവർ വേണത് നാളെ അളക്കാൻ ആളെ കൊണ്ടുവരും. അവൾ അളന്നിട്ട് നമ്മുടെ ഉള്ളിൽ മരമാണെങ്കിൽ പൈസ തരാം, അതല്ല അവരുടെ ആണെങ്കിൽ ഒന്നും തരൂല എന്ന് പറഞ്ഞ് ബാക്കി. പക്ഷേ നമ്മുടെ മരമാണത്. എന്തായാലും അളക്കുമ്പോൾ കാണാം. നമ്മളോട് ഉണ്ടാവണം. അളക്കുമ്പോൾ അളക്കണ സമയത്ത് നമ്മളില്ലാത്ത സമയത്ത് ഒന്ന് അളന്ന് കഴിഞ്ഞാൽ സമ്മതിക്കൂല. നമ്മളെന്തായാലും നോക്കാം കേസ്. നല്ല ഉറക്കത്തിലാണ്. പിന്നെ പെട്ടെന്ന് മഴക്കാറായി ഗൈസ്. ഇടിയെ കൂട്ടുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ തുണിക്കെടുത്താത്തട്ടെ. ഇത് ഉറങ്ങല്ലേ. അവ മരം മുറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആ സമയം കൂടി തുണിക്കെടുത്താത്തട്ടെ. ഇല്ലേ മഴ പെയ്താൽ ഓടിച്ചെന്ന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് പണിയായി മാറും. പുതപ്പാണ് നേരിട്ട് ഉണക്കാനുള്ളത്. ഈ പുതപ്പേ ഡ്രസ്സ് പിന്നെ പതക്കം ഉണങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ പുതപ്പ് നോക്കണ്ടേ. അവന് പണിയായി പോയത്. ഡ്രസ്സൊക്കെ താത്തിട്ട് പിന്നെ വെള്ളയും ആ പുതപ്പ് മാത്രം മതി. മഴ പെയ്യുന്ന സമയത്ത് പണി കഴിക്കുന്നത് നോക്കട്ടെ. വെള്ളം താത്തിട്ട് പുതപ്പ് ലാസ്റ്റ് എടുത്താൽ മതിയല്ല. പുതപ്പോട് താത്തിട്ട്. കാരണം മഴ ഇപ്പോൾ ഇറങ്ങി ഓടാൻ പറ്റില്ല കേസ്. അതുകൊണ്ട് എടുത്ത് അത് വെച്ച് ഓടിക്കിടന്ന് കഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ട് അകത്ത് വെച്ച് അടിപൊളി മഴയായി കേസ്. നമ്മുടെ മഴയുണ്ട്. അപ്പോൾ എല്ലാവരും മരമരക്കൊന്ന് ചേട്ടന്മാരൊക്കെ കയറിയിരിക്കുകയാണ്. മഴയൊക്കെ താന്നപ്പോഴേക്കും ചേട്ടന്മാരൊക്കെ പണിക്കിറങ്ങി ഇവിടെ നിന്നൊക്കെ പോയി. ഇല്ല നിഷോ ആ പോപ്പത്തിട്ട് ഞാൻ രണ്ടും പൊക്കി വെച്ചാൽ ചേട്ടൻ മേത്ത് മുട്ടണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണങ്ങി പുതപ്പൂടി ഉണങ്ങാണ്ട് ബാക്കി ഉണങ്ങാത്ത കാത്തിരിച്ചിട്ടുണ്ട്. അതേ കാര്യം
ഉണങ്ങാൻ ഡ്രസ്സ് ഇനിയും കുറേ ഉണ്ട്, ഉണങ്ങിയിട്ടില്ല, അതൊന്നും ഉണങ്ങിയിട്ടില്ല, അതൊക്കെ ഉണങ്ങാണ്ട് അപ്പുറത്ത് ഉള്ളിലുണ്ട്. കട്ടിൽ കുറച്ച് ഉണങ്ങാത്തല്ല, ഉണങ്ങിയിട്ട് ചെറിയ തണുപ്പുള്ളതുണ്ട്, അത് ഒന്നുകൂടി ഉണക്കണം ഫാനിൽ ഫ്രണ്ടിലിട്ട്. ചെരുപ്പ് വൈകുന്ന മാറ്റി വെക്കണം. ആ സൈഡിൽ ഒതുക്കിക്കണം. എന്താണ് ഇഷ്ടംപോലെ സൈഡുണ്ട് നടക്കുന്ന വഴി കൊണ്ട് വെച്ചിട്ട്. ആ ചേട്ടാ നമുക്കൊന്ന് തെങ്ങിൻ്റെ മണ്ട തരാൻ നോട്ടുണ്ട് ശ്രുതിക്ക് ശ്രുതിക്ക് തെങ്ങിൻ്റെ മണ്ട തിന്നാനായിട്ട് കൊതിച്ചിരിക്കുക. കൊതിയെത്തി മണ്ട കിട്ടുമെന്ന് ഇന്ന് കിട്ടിയാൽ മതിയായിരുന്നു. വെട്ടിത്തരാൻ നോക്കുന്നു, വെട്ടിത്തരുമായിരിക്കും. ഇന്നലെ മുതലേ കൊതിച്ചിരിക്കുക കിട്ടിക്കണ്ടോ വെട്ടി തിന്നാനായിട്ട് തേങ്ങ. പിന്നെ മഴ താന്നുകൊണ്ട് ഒരു മണിക്കിറങ്ങി, നമുക്കെന്താ ഞാൻ കൂട്ടി കുറച്ച് ഇരിക്കട്ടെ. നമുക്ക് താഴെ പോണ്ടേ, ഒരു മണ്ടത്തിലാണെങ്കിൽ വാങ്ങിച്ചിട്ട് പോവാം അല്ലേ. പക്ഷെ കുളിച്ച് ഫ്രഷായിട്ട് പോവാൻ വെച്ചു. നീ ബാത്റൂമിൽ കയറി കുളിച്ചാൽ മതി ഏടാ. കുളിച്ച് ഫ്രഷായിട്ട് എത്രയും പണി നിർന്നത്. ശ്രുതിക്ക് തെങ്ങിൻ്റെ മണ്ട കിട്ടിയിരിക്കുകയാണ് കേസ്. അതിനോട് ആഗ്രഹിച്ചിരിക്കുകയാണ്. അവിടെ മരം മുറിച്ച് തരാൻ പറഞ്ഞാൽ ചേട്ടന്മാർ കുറച്ച് ഒരു തെങ്ങിൻ്റെ മണ്ട കൊണ്ട് തന്നു. ശ്രുതി ആക്കണം തൊത്തിപ്പത് തിന്ന് തീർക്കുക. എൻ്റെ ഒന്ന് തീർക്കോ? തീർക്കരുത് എനിക്ക് കുറച്ച് തരണം. എല്ലാം വൃത്തിയാക്കണം കേസ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് ഉണ്ടാക്കിയ സമയത്ത് അടുപ്പ് വൃത്തിയാക്കാൻ ഉണ്ടാവില്ല. അപ്പം അടുപ്പ് വൃത്തിയാടായതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് അല്ലേ ശ്രുതി? അതാണെങ്കിൽ നമുക്കിനി ഉച്ചത്തെ ഭക്ഷണം കഴിക്കാൻ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാം. ഉച്ചത്തെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കുളിച്ച് ബ്രഷൊക്കെ ആയിട്ട് താഴത്തിറങ്ങുകയും ചെയ്യാം. തേപ്പൊടി കൊണ്ട് കൊടുത്തില്ല, ഇപ്പോഴും പോയി കൊണ്ട് കൊടുക്കണം. അതിനുശേഷം തിരിച്ച് വരുമ്പോൾ കൊണ്ടുവരും തേപ്പൊടി ഇല്ലേ അതിനുശേഷം. പിന്നെ നാളെ നമ്മൾ നാളെ എത്രാം തീയതിയാണ്? മെയ് 1 നമ്മൾ കന്യാകുമാരി ട്രിപ്പ് പോകുന്നതായിരിക്കും. അതൊക്കെ ഒരു ട്രാവൽ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഒരു ശ്രുതി ട്രാവൽ വ്ളോഗ് വെച്ചിട്ട് അടിപൊളിയായിട്ട് എടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾ മിക്കവാറും ഈ വ്ളോഗൊക്കെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൂടെ ആയിരിക്കും കാണാൻ ചാൻസ് കൂടുതൽ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് എടുത്ത് കഴിയുമ്പോൾ നോ കോപ്പറേറ്റ് മ്യൂസിക് ഡൗൺലോഡ് ആക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ കോപ്പറേറ്റ് അടിക്കാതെ കിട്ടിയ രക്ഷപ്പെട്ട് നോക്കാം. അതെങ്ങനെ ചെയ്യണം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലപ്പോൾ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സക്സസ് ആയി എന്ന് വിചാരിച്ചാൽ മതി. സംഭവം സക്സസ് ആയി അല്ലേ ശ്രുതി? സംഭവം സക്സസ് ആയി എൻ്റെ വിചാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളത്തെ ട്രാവൽ വ്ളോഗൊക്കെ വൃത്തിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആടാക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരേ മ്യൂസിക്കിനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വീഡിയോക്കും വരുന്നത്. അത് വേറെ കാര്യം. കാരണം കുറേ മ്യൂസിക്കൊന്നും ഡൗണാക്കി വെക്കാൻ വയ്യ. ഏതിനാ കോപ്പി അടിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ചില യൂട്യൂബേഴ്സൊക്കെ പണ്ട് ചില ബ്ലോഗൊക്കെ കാണിയിരുന്നു പുറത്തുള്ള നമ്മുടെ യൂട്യൂബേഴ്സ് മലയാളികളുടെ. അപ്പോൾ അവരുടെ ബ്ലോഗിലൊക്കെ അവർ കൊടുത്തേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കാണ് ഞാൻ റൗണ്ടിന് പ്ലാൻ ചെയ്തേക്കുന്നത്. അതാണെങ്കിൽ കോപ്പി അടിക്കാത്ത മ്യൂസിക് ആണല്ലോ. നോക്കാം എന്തായാലും ശ്രുതി വൃത്തിയാക്കട്ടെ. പാത്രം ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ശ്രുതിയെ പാത്രം ചെയ്യാൻ തുടങ്ങി. ഞാൻ വെള്ളം കൂടി കൊടുക്കട്ടെ, കുറച്ച് വെള്ളം കൂടി കൊടുക്കണം. വെള്ളം കോരിച്ചുണ്ട്, എന്നാലും വെള്ളം കാണുമല്ലോ വീണ്ടും. നിങ്ങളുടെ പാത്രം കഴുകി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആർച്ചയുടെ വെള്ളം എനിക്ക് കോരി തരുകയാണ്. ഞാൻ പാത്രം കഴുകി സെറ്റാക്കി. മലമുറിക്കുന്ന ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ പറയും നമുക്കുള്ളതിൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊക്കെയാണ് വെള്ളം. എൻ്റെ ചേട്ടന് കിണറ്റിൽ വെള്ളം ഉള്ളതുകൊണ്ട് കോരി അങ്ങ് നിറച്ച് കളയാണ്. വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം ഇല്ല എന്നുള്ള കഷ്ടപ്പാടാണ് അല്ലേ ചേട്ടാ? ഓരാണ് അടി എത്തി കഴിച്ച. അതാണ് തരും കോരിട്ടെ. ചേട്ടൻ വെള്ളം കൊണ്ട് പോട്ടെ കുളിച്ചിട്ട്. ഇതൊക്കെ ചേട്ടൻ്റെ പണിയാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട്. എന്തായാലും നമ്മളിനി പോയി നേരെ ഭക്ഷണം കഴിക്കുക. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലാണ് അല്ലേ ചേട്ടാ? ഞാൻ പോയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. പിന്നെ തുണിയൊക്കെ എടുത്ത് അകത്ത് തന്നെ ഇട്ട് ഇപ്പം എന്തോ എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചേരി വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകിയത് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കമത്തി വെച്ച് ഓരായി. വെള്ളം തീർന്നു, അതാണ് ഓരായത്. ചോറൊക്കെ ഇതായി. കറികൾ ഇത്രയും ഇങ്ങനെ അടക്കി ഇത്രയെന്ന് പറയാൻ വേണ്ടിയിട്ട് രാവിലത്തേക്ക് ഉണ്ടാക്കിയതും അല്ലേ ആർജെ? തോരനും നമ്മുടെ ചെമ്മീൻ ചമ്മന്തി, പിന്നെ ഇത് മോര് കറി, ചോറ്. എന്തായാലും എന്തിനാണ് അവിടെ പരിപാടി? ബാ ഫുഡൊക്കെ കഴിക്കാൻ കഴിച്ചു. വെള്ളം കുടിച്ച് ഓരുണ്ട് കേസ്. മക്കൾ വെള്ളം കുടിച്ച് ഓരുണ്ട്. അപ്പോൾ ഓര് പോകാൻ വേണ്ടി ശ്രുതി ആലുണ്ട് ഒരു ഭക്ഷണം ഇട്ട് വെക്കാൻ പറഞ്ഞു. ആയിക്കോട്ടെ തോന്നി ആടെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ ചോറ് നമ്മുടെ ഭക്ഷണം വെച്ച ഭക്ഷണം വേണ്ടി പോണ്. ഇപ്പോൾ ഉച്ച ഭക്ഷണം കഴിക്കാനുള്ള കൂടാനായിട്ട് പക്ഷേ ഇന്ന് കഴിക്കാണ്. മതി അത് ശരി. പക്ഷേ ആൾ ഇടുന്നുണ്ട്. ആ വെള്ളം തെളിയണം തെളിയട്ടല്ലേ? ആണെങ്കിൽ രാവിലെ പോയി തെളിഞ്ഞിട്ടു അല്ലേ? കുറച്ചിട്ട് ചെയ്യണം.
ആലിട്ട് വെള്ളം കുടിക്കുമ്പോൾ കുഴപ്പമില്ലല്ലേ? എന്താ നമ്മൾ കുടിക്കുന്നുണ്ട്. കിണറിൽ വേണമെങ്കിൽ ആല വാങ്ങിയിടാം, പക്ഷെ ഇനി വേണ്ടെന്ന് തോന്നുന്നു. ആവശ്യത്തിൽ കൊണ്ടിട്ടു അടിയെത്തി. അതാണ്, ഇനി ഓരടിയാവുന്നില്ല. മാക്സിമം നമ്മൾ ചോറ് അളവിൽ വിളമ്പി എടുക്കണം കേസ്. അത് അളവ് പാത്രം നമ്മളെ ചോറിൻ്റെ നമ്മൾ അതിനുവേണ്ടി വാങ്ങിച്ച പാത്രമാണ് അല്ലേ? അതിനകത്ത് എത്ര കൊള്ളുന്ന് വെച്ചാൽ അറിയാൻ പാടില്ല. അതാണ് ഉള്ളൂറും കൊള്ളാനൊന്നുമില്ല. അതിന് പൊക്കി മുകളിൽ വെച്ചാൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ 2 പേരും കഴിക്കണത് നല്ലത്. അതാകുമ്പോൾ ഒരുപാട് ചോറ് വെച്ച് വയറ് കൊടുത്ത് കിടന്ന് കഷ്ടപ്പെടണം അല്ലേ? ചോറിനേക്കാളും കൂടുതൽ കഴിക്കേണ്ട കറികളാണ്. പക്ഷേ കുഴപ്പമില്ല, ഇന്ന് തോരനുണ്ട്, കറി ഉണ്ട്. പക്ഷെ എന്നാലും ഓണം പോലെ ഹാപ്പി ആയിട്ട് പോകാം, അത്രേ ഉള്ളൂ. ഒരു സ്പൂൺ എടുത്തത് വീണ്ടും ആ സ്പൂൺ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ചെമ്മീൻ ചമ്മന്തി ഉണ്ട്. എടുത്താണ്. ഫുഡ് കാര്യങ്ങൾ ഇതുപോലെ ഒന്നും ഫുഡിനെ അടിപൊളിയായിരിക്കില്ല ശ്രുതി. പക്ഷെ നമുക്കൊന്നും ഉണ്ടാവില്ല ആ വർഷം. ഇതിന് രാവിലെ പുട്ടിനുണ്ടാക്കിയ കറികൾ ബാക്കിയുണ്ട്, അതുകൊണ്ടാണ് അല്ലേ? നീ പുട്ടൊന്നും കഴിക്കത്ത്? ഓ നാളത്തെ കഴിക്കാന്നില്ല, രാത്രി കൊണ്ട് കഴിക്കാം. ഞാനുണ്ടാക്കിയ മോരറി ബാക്കിയുണ്ട്, അത് തീരാത്തോണ്ട്. അതാണ്. അതെ അതെ. അവരൊക്കെ വിളമ്പിയിട്ട് എല്ലാം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. ആർജ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ കഴിക്കല്ലേ? അങ്ങനെ ഫൈനലി ആർജ് കഴിച്ചു തുടങ്ങി. എവിടെ നിന്ന് പോയെന്ന് പറഞ്ഞിടാ. എന്താടാ എവിടെ പോയിട്ട് വന്നാ? എന്റെ കുണ്ടിയിലൊക്കെ വെള്ളമാണ്. എവിടെ പോയി നനഞ്ഞ് വിണ്ടിയായിട്ട് വന്നിരിക്കുന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞു. സ്തുതിയോടെ കഴിച്ചോണ്ടിരിക്കുക. തിരിച്ചത് ഭക്ഷണം കഴിച്ചോടെ കിടപ്പാണ്. പുറത്ത് മഴയൊക്കെ മാറിയിട്ടാ, പക്ഷെ തണുപ്പുണ്ടല്ലേ സ്തുതി? തണുപ്പുണ്ടല്ലേ? തണുപ്പുണ്ട്. എന്തായാലും ചൂടിന് സമയം കിട്ടിയില്ല. അച്ഛന് കുറച്ച് ഡ്രൈ ഫ്രൂട്ടും കൊണ്ട് ഇട്ട് കൊടുത്ത്. അവൻ ചോറ് വെച്ചിട്ട് അവൻ പോകുന്നില്ല, അപ്പം വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്ത്. തീർന്നിട്ടില്ല. നമ്മൾ കുറച്ച് പാക്കറ്റ് ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തതാണ്. ഇനി തീർന്നാൽ വാങ്ങിച്ചു വെക്കാനും കയ്യിൽ കാശൊന്നുമില്ല. ഇനി കാശുണ്ടാണെങ്കിൽ വാങ്ങിച്ചു വെക്കണം ഇതിന് വേണ്ടിയിട്ട്. കാരണം ഇവൻ വരുമ്പോൾ കുറച്ച് കൊടുക്കാൻ വേണ്ടി വേണമല്ല. അപ്പോൾ നോക്കാം, പോകാൻ കഴിക്കട്ടെ എന്തായാലും. അപ്പോൾ നമ്മൾ കുളിച്ച് പ്രശ്നം വേണ്ടി പോകുന്ന ശ്രുതിയാണെങ്കിൽ മടി പിടിച്ച് ഹോമിൽ വെച്ചിരിക്കുന്നത്. വാ ശ്രുതി, അങ്ങനെ കഷ്ടപ്പെട്ട് ബ്ലോഗിൻ്റെ ഓരോരോ കാര്യം തപ്പിക്കൊണ്ടിരിക്കുന്ന കേസ് എല്ലാം കൊണ്ട് ഷോപ്പാണ്. വാ കുളിക്കണം കുളിക്കാതിരിക്കാൻ പറ്റില്ല. വാ ഇന്ന് തണുപ്പുണ്ട് തൊട്ട് കുളിക്കാതിരിക്കാൻ പറ്റില്ല. വാ മഴയുടെ തേങ്ങ ചവിട്ടിട്ട് അടിച്ചു വാ അവളൊക്കെ എന്നോട് നിറച്ചു വെള്ളം ചൂടുണ്ട്. വാ രാവിലെ നിറച്ചു ചൂടുണ്ട്. മുകളിലത്തെ ഡ്രമ്മിൽ വെള്ളം ഉണ്ടെന്ന്. വാന്ന് ഇന്ന് വാ ശ്രുതി. അവൾക്ക് ആ തേപ്പിട്ട് കൊണ്ട് കൊടുക്കാണ്ട്. വാ എന്നിട്ട് വാ, നിനക്കല്ല താഴത്ത് പോയി സമാധാനത്ത്. വാ തെങ്ങിൻ്റെ മണ്ട തീർന്നു. വേസ്റ്റ് ഫുള്ളായിട്ട് പൊട്ടിപ്പൊളിച്ച് തീർത്ത് ലാസ്റ്റ് പീസാണ്. ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പീസാണ്. കഴിഞ്ഞ് അല്ലേ? കഴിഞ്ഞ് പോവാ. ഞാനും കൂടെ കഴിച്ച് നല്ല മധുരമുണ്ട്. പോവാം. ബാക്കി ചോറ് നിലത്തുകൊണ്ട് കഴിച്ചത് എൻ്റെ കാലത്ത് വീണാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നടക്കാൻ വേണ്ടി പോവാം അല്ലേ ശ്രുതി? താഴെ വരെ പോകണം. നമ്മൾ തിരിച്ച് പോകണം. നമ്മൾ താഴത്തേക്ക് പോവാം. നമുക്ക് പോയിട്ട്. അപ്പോൾ നമുക്ക് താഴെ പോയി അയൺ ബോക്സ് കൊടുത്ത് അവർക്ക് ആ ഡ്രസ്സും തേച്ചിട്ട് തിരിച്ച് വാങ്ങിച്ചിട്ട് അപ്പം തന്നെ തിരിച്ച് വരണം. പെട്ടെന്ന് വരണം അല്ലേ? സമയമില്ല. മുകളിൽ കുട്ടത്തിച്ചേരി മോള് വിളിച്ചായിരുന്നു. ഇപ്പോൾ ചേച്ചിയാണ് താഴെ ഉണ്ടാവുമ്പോൾ ഒരു സിനിമ കാണാൻ കൊണ്ട് വിളിച്ചായിരുന്നു. അവർക്ക് വൈഫൈ കിട്ടാൻ വേണ്ടി നെറ്റില്ല കേസ്. അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്നാണ് നെറ്റ് എടുക്കണത് അല്ലേ ശ്രുതി? അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് വെച്ചു. അതിന് മാത്രം റീചാർജ് ഒന്നുമില്ല. ജിയോയുടെ 5G ഫ്രീ ആയതിൻ്റെ പേരിലാണ്. അത് വേറെ
ഫ്രീ ആണോ? വോഡഫോൺ ഫ്രീ ആണോ? ആരോട് നീ ജിയോ ഫ്രീ ആണെന്ന് എനിക്കറിയാം, വോഡഫോണിൽ അറിയാൻ പോലെ ഫ്രീ ആണെന്ന്. ആ ഫ്രീ ആയിട്ട് എത്ര GB ഉണ്ട് അത് മറ്റൊരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നീ പോ പെടാ നിനക്ക്. ആ നിനക്ക് കിട്ടി എന്നിട്ട് എത്ര GB കിട്ടി? ശ്രുതിക്ക് 3 GB ഫ്രീ കിട്ടി. 2 പ്രാവശ്യം അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞത്. ആ പോ നമുക്ക് പോവാം. വെള്ളം കുത്തിരിച്ച് പോയേക്കണം, മഴ വന്നിട്ട്. ശ്രുതിനെ തുമ്പി സെറ്റാക്കും വഴിയൊക്കെ. രാവിലെ തുടങ്ങി തുമ്പലാണ്. ആ നോസ് സ്പ്രേ ഉണ്ട്, എന്നാൽ അതെടുത്ത് അടിച്ചിട്ടില്ല. അത് കിടക്കാൻ നേരത്തെ അടിക്കാന്ന്. ആ പോ പൈസ കൊണ്ട് തീർക്കും അലക്കണമെന്ന്. പോ 10-12,000 രൂപ പണിയെടുത്ത് പൈസ ഇട്ടിട്ട് ആ പൈസ കയ്യിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ വെറും 2,000 രൂപയാണ് കയ്യിലുണ്ടായിരുന്നു. ബാക്കി 10,000 രൂപ തേങ്ങ കൊണ്ട് തീർത്ത വഴി തേങ്ങയ്ക്ക് അറിയുള്ളൂ. അല്ല എന്നെ മറ്റേ അല്ല. അപ്പോൾ പിന്നെ എന്നെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഞാൻ അതിൽ തെറ്റുകാരനല്ലല്ലോ കേസ്. ഇവിടെ റബ്ബർ വെട്ടുന്നില്ലല്ലേ? വെട്ടാൻ ആളെ കിട്ടാത്തതുണ്ടോ? അവിടെന്നാണ് പകുതി പോലും ആയിട്ടില്ല. പെട്ടെന്ന് പോട്ടെ, നടക്കാൻ വയ്യ കേസ്. എന്താണ്? എന്താ പറ എടി പറ. ആ അതറിയാം, അത് പിന്നെ എടുക്കാം. ആ മറന്നുപോയി. ചേട്ടൻ ആധാരം നമ്മുടെ അടുത്ത സന്തോഷമുണ്ടായി, അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പണ്ട് കുറച്ച് ദിവസമായി ഞാൻ കൊടുത്തില്ല മറന്നു പോവാണ്. ചേട്ടൻ തരും. അതാണ് അങ്ങനെ തന്നിട്ട് പോകാൻ ആധാറ്. നമ്മൾ മറ്റേ അതാണ് അത് നമ്മുടെ അടുത്താണ്, അത് കൊടുക്കണം പാവം. ആ സംഭവിച്ചത് മെയിനായിട്ടും ചേട്ടൻ ആധാർ നമ്മുടെ അടുത്ത് കാരണം ശ്രുതിക്ക് ജാതി സെറ്റ് എടുക്കാൻ വേണ്ടി ശ്രുതിയുടെ ജാതിനകത്ത് വേറെ ആൾക്കാർ വേണം സാക്ഷിയായിട്ട് ഒപ്പിടാൻ അങ്ങനെ എടുത്തത്. അങ്ങനെ എടുത്തത് എന്നിട്ട് ഇപ്പം എന്തെങ്കിലും ഗുണമുണ്ടോ? ആൾക്ക് അതെ ചക്ക എടുത്ത് റൂം കൂടി ചേച്ചി പണ്ട് കുറച്ച് ദിവസമായി ശ്രുതി വഴിക്ക് വന്നിട്ടില്ല. പിന്നെ വഴിക്ക് വരുന്നുണ്ട്, പക്ഷെ ചക്ക എടുക്കാൻ വേണ്ടി വന്നിട്ടില്ല. ആ വേറൊരു കാര്യം. ഒരു ചക്ക വീണെടുക്കണം, മൂത്ത ചക്കയാണ്. പ്ലാവ് നിറയെ ചക്ക, കൂടെ ചക്ക കൊണ്ട് പച്ചയ്ക്ക് കൊണ്ടിട്ട് അത് അവിച്ചിന്നാം. പക്ഷേ ശ്രുതി കറിയും വെക്കാം. ശ്രുതി സമ്മതിക്കണ്ടേ? ആൾക്ക് മൂടില്ല, മടി മാറണം, അതാണ് അത്രേ ഉള്ളൂ. മടി മാറണം പറഞ്ഞപ്പോൾ മൂടില്ലെന്ന് പറഞ്ഞുണ്ടോ ഗീസ്. തേങ്ങ ഇങ്ങനെയൊക്കെയാണ്. താഴെത്തി ഗീസ്, താഴെത്തി. ഇവിടെയൊക്കെ വീട് പണിയൊക്കെ തുടങ്ങി, പുതിയ വീട് പണി നടക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? പൈസ ഉള്ളവർക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം, നമ്മളപ്പോഴവർക്ക് സ്വപ്നങ്ങൾ മാത്രം. അതാണ് അവസ്ഥ. നമ്മളത് ചേച്ചിയുടെ വീട്ടിലെത്തി. തുടർന്നു ഗൈസ്. ആൾക്കാരൊക്കെ ഉണ്ട്, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചോണ്ട് ക്രിക്കറ്റ് കളിക്കാം. ഉണ്ണിക്കുട്ടൻ്റെ കൂടെ ഒരു റൗണ്ട് സൈക്കിളൊക്കെ ചവിട്ടി. തക്കുടിന് അടിയാണ്. തക്കുടിൽ ഇന്നലെ കുളിപ്പിച്ചതാണ് ഇവൻ എന്നിട്ട് മഴയത്ത് കളിച്ചിട്ട് കുണ്ടിയിൽ അവിടെയൊക്കെ മണ്ണാണ്. ചേച്ചി വരുമ്പോൾ ഇന്ന് കിട്ടും. ഇനി ഞാൻ കടയിൽ പോയിട്ട് വരട്ടെ ഗൈസ്, കടയിൽ പോയിട്ട് വരാം. ഓഹോ മാറ്, ആകെ ഒരു കുഞ്ഞു വഴിയാണ്, അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ സൈക്കിൾ. ഓഹോ നോക്കിയോ, അതിൻ്റെ പുറകെ ഒരുത്തം പോണം. എലിവാളം പോലും അവൻ ഞൊണ്ടി ഓടും. ഞാൻ പോയിട്ട് വരാം. മാമി ആ മാമി ഉമ്മച്ചി സൈക്കിളും കൊണ്ടുവന്നു. മാമി വഴക്കുറയുടെ എന്തെങ്കിലും കഴിക്കാനാ. പൊട്ടിച്ച് ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് അവനത് കൊടുത്ത് അവൻ കൊണ്ടുപോടി. ചെല്ലു വീട്ടിൽ പോ എന്നാലേ തരുവുള്ളൂ. ബാക്കി എടുത്തോ, ഇനി അത് തിന്ന് തീരണം. ഞാൻ പോയേ, പെട്ടെന്നാ വീട്ടിൽ പോ. ഓടിയോ മുമ്പേ നടാ ബാ. ഇവിടെ എൻ്റെ കയ്യിലാ. നടക്ക് ഫ്രണ്ടിയാ, പോ വീട്ടിൽ പോ. ഇനി അടുത്ത് കൊടുക്കണം. വീട്ടിൽ പോ. ഇനി ഒരു ബിസ്ക്കറ്റ് കൊടുക്കാതെ അവനങ്ങൂല. എന്നിട്ട് വീട്ടിൽ പോ. വാ ഞാൻ പോണു.
വീട്ടിൽ വന്നാൽ തരും, അല്ലെങ്കിൽ തരൂല. എന്താ പൊടി ഒരു ഞൊണ്ടി ഓട്ടമാണ്. അതെന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ വീട്ടിൽ കയറി ഞാൻ അവിടെ പോയിട്ട് നോക്കും. ചേട്ടൻ്റെ അടുത്ത് പോയിട്ടിരിക്കും. വേണ്ട, ആദ്യം ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ഇനി വീട്ടിൽ പോവാം. നമ്മളിത് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ കണ്ണൻ്റെ കസേര കയറി സർക്കസ് കളിക്കുകയാണ്. ഉണ്ണിയാണെങ്കിൽ താഴെ തേങ്ങയുടെ അടിപൊളി കൊണ്ടിരിക്കുക. തമാശ കളിയാണ്. തക്കുട് താഴെ കിടപ്പുണ്ട്. മഴേൻ്റെ ഒരു തക്കുടിനകത്താക്കിയതാണ്. തക്കുട് താഴെ കിടപ്പുണ്ട്. നമുക്ക് പോവാം. ടീ വണ്ടി കുറച്ച് ഉണ്ണി പോവാം. പോട്ടെ ഗൈസ്, ബൈ ബൈ, ടാറ്റ. ഉണ്ണി കാണുന്നില്ല അവിടെ. ഉണ്ണി നോക്കൂല. ആ നോക്കി ഉണ്ണി ക്യാമറ കാണാൻ ഭയങ്കര മടി പിടിച്ച ആളാ. നാളെ ട്രാവൽ കൊടുക്കുമ്പോ കാണാം. പോടാ പകുതി വരെ തക്കൂടെ കൂടെ വരും ഗൈസ്. ആ കണ്ണാപ്പി തക്കൂടെ താഴെ ഞങ്ങളോട് വരുന്നുണ്ട്. ആളെ പേരുണ്ടോ? നമ്മൾ ശ്രുതി ഓടിച്ചിട്ട് പോകുമ്പോൾ തിരിച്ച് വന്നോളും, കുഴപ്പമില്ല. ചേച്ചിയുടെ മുമ്പ് തിരിച്ച് മുകളിലേക്ക് പോണതെന്ന് വെച്ചാൽ മോള് തങ്കച്ചി കുട്ടത്തി ചേച്ചിയുടെ വീട്ടിൽ പോകണ്ട്. കാരണം അവിടെ മോള് സിനിമ കൊണ്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോകണം. അപ്പം മോള് കുട്ടത്തി ചേച്ചിയുടെ മകളെ അമ്മ ഉണ്ട്. അപ്പോൾ അവൾ സിനിമ കൊണ്ട് വിളിച്ചിരുന്നു. നമ്മൾ ഫോൺ വിളിച്ചായിരുന്നു ശ്രുതിനെ. അപ്പോൾ പോകണം. നീ പോയി ഗൈസ്. നമ്മൾ നടന്ന് ചേട്ടൻ്റെ വീട്ടിൽ എത്താറായി. ഇപ്പോഴേ കഥയ്ക്കണേ എൻ്റെ ഒന്നു വയ്യ. ഇപ്പോൾ ആണെങ്കിൽ നടത്തുകൊണ്ട് പോകണം. മാമൻ പറഞ്ഞ് ചക്ക ശ്രുതി ആണെങ്കിൽ ചക്ക താഴത്ത് നടത്തുകൊണ്ട് പോയിക്കോളാം. അവിടെ നിന്ന് മാമ പറഞ്ഞ് ചക്ക എടുത്ത് പോയിക്കോളാം പറഞ്ഞ്. അപ്പോൾ മീൻ വരത്തുള്ള ശ്രുതി ചക്ക മാമ എടുക്കാത്തത്. ആ താഴെയൊക്കെ പന്നി തിന്നുന്നത്. അപ്പോൾ താഴത്തിന് ഇഷ്ടംപോലെ ചക്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള ഒന്ന് പറിച്ചാൽ പറഞ്ഞിട്ട് ആവശ്യമുള്ള പറിക്കാൻ പറഞ്ഞില്ല ശ്രുതി. മീൻ വരാത്ത നമ്മൾ ചക്ക പറിക്കാത്തത്. കാരണം കറി വേണ്ടേ കൂട്ടാനായിട്ട്. മീൻ കറി ചക്ക പുഴുക്കണം പോയി ടേസ്റ്റ്. അതുകൊണ്ടാണ്. അതെ ചിക്കനോ ബീഫോ വേണം നമുക്ക്. ആ മീനെങ്കിലും മീൻ കോമ്പിനേഷൻ കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അതാണ്. എന്നാലും പിറ്റേന്ന് പഴഞ്ഞ് കുടിക്കുമ്പോൾ അപ്പൊക്കെ ചേർത്ത് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ശ്രുതിയുടെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ശ്രുതി ആഗ്രഹിച്ചിട്ടാണ് നിർത്തിച്ചേക്കണത് പറിക്കാതെ. അതെ ചക്ക വെള്ളം തീർത്തിയില്ലല്ലോ. ഒരു ചക്ക നമ്മൾ കൊണ്ടുപോയാൽ നോക്കണ്ട കൂടി ബാക്കി ഉറപ്പായിട്ടുണ്ടാവും. അതെ അത് 3 മാസത്തിൽ നാളെ ചക്ക കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി പറിക്കാൻ കുഴപ്പമില്ല. നമ്മളെന്തായാലും മിക്കവാറും അടുത്ത ആഴ്ചകളിലോ ഒക്കെ ആയിട്ട് പോകില്ലെന്ന് വെച്ചു. നമ്മളെ കന്യാകുമാരി ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് പറിക്കുന്നതായിരിക്കും. മോളൊക്കെ നല്ല കൂടെ ക്യാമറ കണ്ടോ കേസ് കുറച്ചേ കാണുന്നുണ്ട്. അങ്ങ് മൂടിയിരിക്കുന്നുണ്ട് ഫുള്ളായിട്ട്. തടുത്ത് കൂടെ ഇറങ്ങിയിട്ടുണ്ട് മഴ പെയ്തിട്ട്. അച്ചപ്പം വാങ്ങിക്കൊണ്ടാണ്. അച്ചപ്പം പൊട്ടിച്ച് തിന്നുക. വേടത്താറായി. ഇനി കുറച്ച് കൊടുക്കാം. കാരണം ഞാൻ ഇവിടെ നിന്ന് നേരെ മോളിൽ കയറി പോകും. ശ്രുതി അങ്ങോട്ട് വീട്ടിൽ പോയി ബാഗ് വെച്ചിട്ട് വരുള്ളൂ അല്ലേ? നീ വീട്ടിൽ പോയിട്ട് വരുള്ളൂ. കാരണം കവറിൽ അയൺ ബോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് പോകണ്ടല്ലോ നീ. അപ്പം ഞാൻ ഇതിൽ കൂടെ നേരെ കയറും അങ്ങോട്ട്. ശ്രുതി കൊണ്ടുവച്ചിട്ട് വരട്ടെ. കളയല്ലേ കൊണ്ട് വീട്ടിലേക്ക്. അവിടെ നമ്മുടെ വീട് ഇതിൽ കൂടെ കയറി മോളിൽ പോയി നിൽക്കട്ടെ. എന്നിട്ട് ശ്രുതി മുകളിൽ നോക്കി ഞാൻ എത്തുമോ നോക്കാം. ചിലപ്പോൾ എത്തുള്ളൂ. കാരണം ശ്രുതി ഫാസ്റ്റ് ആണല്ലോ. അങ്ങനെ മുകളിലത്തേക്ക് ഗൈസ് ശ്രുതി ആ പോസ്റ്റിനോടെ കയറി വരും വീട്ടിൽ പോയിട്ട്. അത് ഞാൻ വളർന്നാൽ മതി. എൻ്റെ മുന്നേ നാവൊക്കെ കുഴയുന്നു. ശ്വാസം പോണ്. നമ്മുടെ വീട്ടിലേക്ക് ഒറിജിനൽ വഴി ഇതാണ്. ഈ കാണുന്ന വഴിയാണ് നേരെ താഴത്ത് പോകുന്നത്. ശ്രുതി പോയി ഞാൻ വെയിറ്റ് ചെയ്യാം. ശ്രുതി ആ താഴെ നിന്ന് വരുന്നതുണ്ടോ? ഈ വഴിക്കൂടെ എനിക്ക് കയറാൻ പാടാകൂടാ. ശ്രുതി ഇതിൽ കൂടെ ഞാൻ അപ്പുറത്തൂടെ കയറാൻ നല്ല. ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് ഇത് കൂടെ കയറി വന്നാൽ അതിൽ കയറിയാൽ മതി. ഇതാ ദൂരെ കുറവ്, അവിടെ ദൂരെ കൂടുതലാണ്. പക്ഷെ എന്നാലും നടക്കാച്ചിരി വീതിയുള്ള വഴിയാണ് നല്ലത്. വീണ് പോരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കാലിനാണ് ബലക്കുറവുകൊണ്ട് ഉറപ്പില്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കൂടെ കയറുന്നത്. ഇതിൽ കൂടെ കയറാത്ത അധികം. ഇതിൽ കൂടെ കയറാൻ പിന്നെയും കുഴപ്പമില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൂടെ ഇറങ്ങാൻ ഇച്ചിരി പാടാ, തന്നെ വീഴും. ശ്രുതി ഇതിൽ കൂടെ കയറുകയും ചെയ്യും ഇറങ്ങുകയും ചെയ്യും. പക്ഷെ എനിക്കൊരു ഞാൻ റിസ്ക് എടുക്കാറില്ല. മരം കൊണ്ടുപോയിട്ടില്ല. മരം ഫുള്ളും കിടപ്പുണ്ട് ഇവിടെ. നാളെ വരണമല്ലോ. കാരണം നമുക്കിനി പൈസ കിട്ടില്ലല്ലോ മരം മുറിച്ചതിൻ്റെ. അത് അളന്നിട്ടല്ലേ കിട്ടുള്ളൂ.
ഒരു സ്ഥലം അളന്നിട്ട് നമ്മുടെ സ്ഥലത്തിലുള്ള മരം മുറിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായാൽ മാത്രമേ പൈസ തരുള്ളൂ എന്ന് പറഞ്ഞു ഗൈസ്. നമ്മുടെ മരത്തിനുള്ള പൈസ എല്ലാം കൂടെ പറ്റിപ്പായി പോയി. നോക്കാം, പറ്റിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലാവ് മുറിച്ചിടും, അത്രേ ഉള്ളൂ. അല്ലെന്ന് വെച്ചോ, നമ്മളെ പറ്റിച്ച് നമ്മൾ പ്ലാവ് മുറിച്ചിടും. അവരുടെ പ്ലാവ് ഇടുന്നുണ്ട്. പിന്നെ അവരുടെ പറമ്പിൽ വേറെ വേറെ മരം ഉണ്ടെങ്കിൽ പ്ലാവല്ല, അതെ ഇവിടെ ഒരു തേക്കുണ്ട്, ആ തേക്ക് മുറിച്ചിടും, അത്രേ ഉള്ളൂ. പ്ലാവ് മുറിച്ചവർക്ക് നഷ്ടം വരാനില്ല, അത് തേക്ക് മുറിച്ചവർക്ക് വലിയ നഷ്ടമായി മാറും. കാരണം ആ തേക്ക് മുറിക്കാതെ നിർത്തിയതാണ് തേക്ക്. ഈ തേക്ക് അവിടെ തേക്കുണ്ടായെന്ന് പറഞ്ഞു. അതെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന തേക്ക് അവർ മുറിക്കാതെ നിർത്തിയത്. കാരണം അവർക്ക് വേറെ ആവശ്യമായിട്ട് നിർത്തിയാന്ന് തോന്നുന്നു. ഉറവാണ് നോക്കിയ മീൻസ് ഇത് പാറക്കെട്ടായിരുന്നു. സത്യടും അങ്ങനെയുള്ള പാറക്കെട്ടിൽ മണ്ണടിച്ച് റബ്ബർ നട്ട് അതിൻ്റെ ഓൾമോസ്റ്റ് നല്ലൊരു പ്രകൃതിയെ നശിപ്പിച്ച് ഒരു വെള്ളക്കെട്ടായിരുന്നു ശരിക്കും. എന്നിട്ട് കാര്യമില്ല, പോട്ടെ. ഈ പാറക്കെട്ട് ഉള്ള വെള്ളം നോക്കി ശരിക്കും നമ്മളെ കയറ്റി കിട്ടുന്ന വെള്ളമായിരുന്നു. അടിച്ചിട്ട് തല്ലി വാങ്ങിച്ചാണ് കെട്ടിയിട്ട് അടിച്ച്. ആ അങ്ങനെ കുറെ ഹിസ്റ്ററിയൊക്കെ ഉണ്ട് ഇല്ല ശ്രുതി. പിന്നെ പണ്ട് കാര്യമില്ല, പോട്ടെ. നമുക്ക് കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യാം. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. നടക്ക് നമ്മളത് നമ്മുടെ വീട്ടിലെത്താൻ പറയും. ഇനി കുറച്ച് നേരം ഇവിടെ കുറച്ചേരല്ല, ഒരു 8-9 മണി വരെ വെച്ചു. അതിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുള്ളൂ. അതൊക്കെ ഇവിടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാം. പോയി നോക്കട്ടെ ആരൊക്കെ ഉണ്ടെന്ന്. ചേച്ചി വന്നിട്ടില്ലെന്ന് തോന്നുന്നു, പോയി നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ്, വീട്ടിലേക്ക് പോവാണ്. സുനിധി അവിടെ നിന്നിട്ടുണ്ട്. കിച്ചിതേ നമ്മുടെ ഫ്രണ്ടിൽ ഓടുന്നു, അങ്ങ് അറ്റം വരെ ഓടുന്നവൻ. നമുക്ക് കുഞ്ഞേ അവൻ ഓടുകയാണ്. അതെ നമുക്ക് പോവാം. നമ്മുടെ വീടുണ്ടോ ഗൈസ്? ഇവിടെ നിന്ന് അടി പോയിട്ട് നമ്മുടെ വീട് കാണാം. പക്ഷെ അത് ഇവിടെ നിന്ന് കാണുള്ളൂ, അല്ല അവരുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ട് വഴി കാണാം. പക്ഷെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണൂല. വലിയ പന്നിയോട് ഇറങ്ങിപ്പോയി ഗൈസ്. കിച്ചു വന്ന് പന്നിനെ ഇറക്കി വിട്ട് നമ്മളത് വീട്ടിലെത്തി. കിച്ചു നമുക്ക് പിന്നെ ഓടി വന്ന് നമ്മുടെ കൂടെ വന്നില്ല, അവൻ നമ്മുടെ കുറുക്കോയി കൂടെ ഇറങ്ങി. അങ്ങനെയാണ് എത്തിയത് ആദ്യമേ. എന്തായാലും ശ്രുതി കിച്ചുവിന് പുട്ട് ചുരുക്കാണ്. കിച്ചുവിന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, അവനോ കഴിച്ചോളും. ഇത് ചൂടാതെ പുട്ടാവും കിച്ചു മോനെ, നീ അരിച്ചത് കഴിച്ചോണം. ഓക്കെ, അവൻ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, അവൻ കഴിച്ചോളും. പുട്ടൊക്കെ അവൻ കറിയാതെ കഴിക്കുന്ന ആളാണ്, അത് വേറെ കാര്യം കേട്ടോ. ചൂടിടാൻ കഴിക്കോളൂ. ഇപ്പോൾ ചൂടില്ലാത്തതുകൊണ്ട് കഴിക്കുമെന്ന് അറിയാൻ പാടില്ല. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് നമ്മൾ. അപ്പോൾ ചൂടായിട്ടുണ്ട് അല്ലേ? എന്തായാലും പന്നി നിൽക്കുമ്പോൾ ആദ്യം ഒന്ന് ഓടിച്ചിട്ട് നന്നായി കേസ്, നമ്മൾ പെട്ടുപോയി. ആ ഞാൻ അവന് ചെമ്മീൻ പൊടി എടുത്ത് കൊടുക്കട്ടെ കേസ്. കാരണം അവന് ഒരു മണം കിട്ടാൻ വേണ്ടി ചെമ്മീൻ പൊടി എടുത്ത് കുറച്ച് ചെമ്മീൻ പൊടി ഉണ്ട്. അപ്പോൾ കുറച്ച് അവനെടുത്താൽ അത്ര ആയില്ലേ? തേങ്ങ മാത്രം തിന്നവൻ. തേങ്ങ സുതിര തന്നെ തേങ്ങ മാത്രം തിന്നതിന് വേണ്ടി കുറച്ച് ചെമ്മീൻ പൊടി ഇട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പുട്ടും കൂടി കഴിച്ചു. ഇല്ലെങ്കിൽ അവൻ തേങ്ങ മാത്രം നിർത്തി കളയും. അങ്ങനത്തെ തേങ്ങാ സുതിര കൂട്ടല്ലേ, തേങ്ങാ സുതിര വളർത്തണത്. അപ്പോൾ തേങ്ങയുടെ സ്വഭാവം കാണിക്കാതിരിക്കുമോ? അതാണ് ഞാൻ കഴിച്ചോട്ടെ. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ ഇതുകൂടെ തീർത്തിട്ടില്ല, നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ തീർത്തിട്ടില്ല ഇത് എന്ത് നമ്മുടെ തെങ്ങിൻ്റെ പൂങ്കല, തെങ്ങിൻ്റെ മണ്ട അല്ലേ? ആദ്യം വന്നോടനെ തെങ്ങിൻ്റെ മണ്ട എടുത്ത് ഞാൻ പഠിപ്പിക്ക് ഫുഡ് വെക്കുന്ന സമയം കൊണ്ട് ആദ്യത്തെ തെങ്ങിൻ്റെ മണ്ട തിന്നണം. കൊള്ളാം അല്ലേ? നല്ലതാ ശരീരത്തിന്. അത് കിച്ച് വെള്ളം കുടിക്കുന്ന കേസ് ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റില്ല. അത് പച്ചവെള്ളം കുടിക്കുന്നത് ആദ്യമായിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും കാണാൻ പറ്റില്ല. സാധാരണ എപ്പോഴും മീൻ കൈ വെള്ളം മാത്രം കുടിക്കുള്ളൂ, പച്ചവെള്ളം കുടിക്കാറില്ല. ഇന്ന് നല്ല ദാഹം കൊണ്ട് പാവം അതിന് പുട്ട് വെച്ചുകൊണ്ടാണ്. പുട്ട് വെച്ച് ഇറങ്ങണ്ട കൂടെ താഴത്തേക്ക് കുതിർന്നിറങ്ങണ്ടേ. നന്നായിട്ട് പുട്ട് വെള്ളം കുടിച്ച് ദാഹം തീർന്നില്ലേ? നന്നായിട്ട് ദാഹം കൊണ്ട് പുട്ടല്ലേ, ആ ദാഹം ഉണ്ടാവും. അവൻ നിന്നെ വീണ്ടും നോക്കി വെക്കാം. അതെ വീണ്ടും പുട്ട് കഴിക്കാൻ വേണ്ടി പോയിരിക്കുന്നു. കഴിച്ചോ? അവള് വഴി നിൽക്കണേൻ്റെ വരില്ല. ചോറിനോടെ നിൽക്കണം. ഇനി പുട്ട് മടുത്തേ കുറച്ച് ചോറ് കടയിൽ നിന്നാണ് നിൽക്കുന്നത്. ശ്രുതി നമുക്ക് രാത്രിക്കുള്ള ഡിന്നർ തുടങ്ങി. നമ്മൾ തിന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച സെയിം ഫുഡ് തന്നെ. പിന്നെ മീൻ വറുത്തുണ്ട്, അത് നമ്മൾ മുകളിൽ പോയപ്പോൾ ചേച്ചി നമുക്ക് തന്നിട്ടാണ് കൂടെ ഓരോ മീൻ വറുത്ത്. അതാണ് ഉള്ളത് ഇപ്പോൾ രാത്രി കഴിക്കാനായിട്ട്. അതും കൂടി ചേർത്ത് കഴിക്കാന്ന് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ, അല്ലേ ശ്രുതി? അപ്പോൾ നമ്മൾ കഴിക്കാണ്ട് പോകണം. ശ്രുതി നോസ് സ്പ്രേ അടിക്കാൻ വേണ്ടി പോയി. ശ്രുതിക്ക് തുമ്മൽ പറ്റുന്നില്ല, അലർജി അസുഖമുണ്ട്. അപ്പോൾ നോസ് സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുക.
ശ്രുതി ഇപ്പോൾ ഓക്കെ ഇനി ശ്രുതിയുടെ തുമ്മലൊക്കെ മാറും. കുറച്ച് നേരം കേട്ടോ ശ്രുതിക്ക് ഭക്ഷണം കഴിക്കാനുള്ളൂ. കിച്ചൂടെ കിടപ്പായി, അവൻ ബാക്കി കഴിക്കുന്നില്ല. അവൻ നമ്മൾ വേറെ എന്തോ കഴിക്കാൻ വേണ്ടി നിൽക്കാന്ന് വെച്ചാൽ അവൻ നോക്കിയിരിക്കുകയാണ്. അവൻ ബാക്കി കഴിച്ചോളും അതൊക്കെ എന്തായാലും ഇല്ലേ ശ്രുതി? അവൻ കഴിച്ചിട്ട് കഴിക്കാൻ വേറെ ആൾക്കാരുണ്ട്. പന്നിയുണ്ട്, പൂച്ചകളുണ്ട്. പൂച്ചകളുണ്ട്, പിന്നെ പന്നിയുണ്ട്. അവരൊക്കെ ഒന്ന് കഴിക്കും. പിന്നെന്താണ്, ഇവൻ ഓടിച്ചാൽ ആ പന്നി രാത്രി കുറച്ച് കഴിയുമ്പോൾ വരും. അതവിടെ ഉണ്ട്. ഇവൻ പോയി കഴിയുമ്പോൾ അത് വരും. അത് ഉറപ്പായിട്ടും കഴിക്കും ഇവൻ കഴിച്ചില്ലെങ്കിൽ. വേണമെങ്കിൽ കഴിച്ചിട്ട് പോകണം. നിൻ്റെ ഫുഡൊക്കെ നിൻ്റെ പന്നി, നീ ഓടിച്ച പന്നി തന്നെ കഴിക്കും മണ്ട. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന ശ്രുതി കൊണ്ടുപോയി ഞാൻ കഴിക്കട്ടെ. കിച്ചത് ഇവിടെ ശ്രുതി കഴിക്കണം നോക്കിയിരിക്കുകയാണ്. അവൻ്റെ വിചാരം നമ്മളെന്തോ സ്പെഷ്യലായിട്ട് വേറെ കഴിക്കേണ്ടതാണ്. അവൻ ആ മീനും കൊടുത്ത് ആ മീനിൻ്റെ മുള്ളും കൊടുത്തു എല്ലാം കഴിച്ച്. എന്നിട്ട് അവൻ വീണ്ടും ഇരിക്കുക എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാകുന്നത്. ഇനി ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, പക്ഷേ വേണ്ട. അവിടെ വീട്ടിൽ മുകളിൽ ചേച്ചി മീൻ വെച്ചിട്ടുണ്ട് അല്ലേ നിഷു? ഇന്ന് അവിടെ മീൻകറിയും ചോറും മീൻ പുറത്തൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ ഡ്രൈ ഫ്രൂട്ട് വെച്ചാൽ പിന്നെ അത് പോയിട്ട് അവൻ കഴിക്കില്ല. അതുകൊണ്ട് അത് വെക്കുന്നില്ല. പിന്നിപ്പോൾ എന്തായാലും ഇവൻ രാത്രി കിടക്കില്ല, അവൻ തിരിച്ച് മോളിൽ കയറി പോകും. അത് വേറെ കാര്യം. അതുകൊണ്ട് അവൻ രാത്രി ഫുഡ് വെക്കുന്നില്ല, ഇനി വെക്കുന്നില്ല. വെച്ചത് കഴിക്കട്ടെ, ഇനി വേറെ വെക്കുന്നില്ല. ഇത് വലിയ വേസ്റ്റായി പോകും. ഇത് വല്ല പന്നിയോ പൂച്ചയോ ഒന്നും കഴിക്കും. പിന്നെ ശ്രുതി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ മെഡിസിൻ കഴിക്കുക, ശ്രുതി മെഡിസിൻ കഴിക്കാൻ കിടന്നുറങ്ങാം. അതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലെന്നില്ലേ നിശ്ചയം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു ബ്ലോഗായിട്ടായിരിക്കും. ബൈ ഫ്രം ആർജെ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ വാരി വിതറുക. പുതിയൊരു വീഡിയോസോടായിരിക്കും. ബൈ ഫ്രം ആർജെ. ബൈ.